അങ്ങനെയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മാവ് ഈ പറഞ്ഞ ആരും തന്നതല്ല, നമ്മുടെ അപ്പനോ അമ്മയോ തന്നതല്ല. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിലെ ജന്മത്തിന് വേണ്ടി മാത്രമേ അവരെ ദൈവം ഉപയോഗിച്ചിട്ടുള്ളൂ. ആത്മാവിനെ തന്നത് ദൈവമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആത്മാവിലുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആത്മാവുണ്ട്, അതിന്റെ നിത്യതയ്ക്ക് നമ്മൾ പ്രവേശിക്കും. അതിനാണ് മരണം എന്ന് പറയുന്നത്. ആ കടമ്പ കടന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് അയച്ചത് ആരാണോ അവനോടൊത്ത് നിത്യതയിൽ വസിക്കണം. അതുകൊണ്ട് ആ തിരുവചനം ഇങ്ങനെ പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗീയ പിതാവിന്റെ എന്നെ നിന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ അത്യുന്നതനായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളെന്ന് കാണുന്ന നമ്മൾ ആത്മാവില് അത് സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. നിത്യനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജനതയെ